ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർഡ് അറിവ്. നമ്മുടെ ഹീറോ അവരുടെ ഏറ്റവും പുതിയ വണ്ടിയായ മാവറിക് 440 നാളെയാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം ആ വണ്ടിയിലൂടെ തന്നെ അവർ വേറൊരു വണ്ടിയുടെ ഷോക്കേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എക്സ്ട്രീം 125R എന്ന് പറയുന്ന വണ്ടിയാണ്. അതായത് നമ്മുടെ ആ ഒരു സ്പോർട്ടി 125cc കമ്മ്യൂട്ടർ ബൈക്കുകളുടെ സെഗ്മെൻറ്റിലേക്ക് ഹീറോ അവരുടെ ബൈക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അതായത് ആ TVS റൈഡറും അതേപോലെ തന്നെ NS 125ഉം അതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ ഹീറോയുടെ കൂടെ ഒരു വണ്ടി വരാൻ പോവുകയാണ്. ആ വണ്ടിയാണ് ഈ ഒരു എക്സ്ട്രീം 125R എന്ന് പറയുന്നത്. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ എന്ന് മനസ്സിൽ വരുന്നൊരു ഡിസൈനാണ് ഇതിന് കൊടുത്തേക്കുന്നത്. അതിന് കാരണം ആ ഒരു ഹെഡ് ലാമ്പ് തന്നെയായിരിക്കും. ഒരു ഏച്ചുകെട്ട് പോലെയാണ് ആ ഒരു ഹെഡ് ലാമ്പ് നിൽക്കുന്നത്. ബാക്കിയുള്ള ഭാഗം നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതായത് നമ്മുടെ പഴയ ആ ഒരു GSS 125 ഉണ്ട് സുസുക്കിയുടെ, അതേപോലത്തെ ഒരു ഡിസൈനാണ് ഈ വണ്ടിയും കൊടുത്തേക്കുന്നത്. ഹെഡ് ലാമ്പ് നോക്കിയാൽ നമ്മുടെ ആ ഒരു എക്സ്ട്രീം 200S ഉണ്ട്. അതിൽ നിന്ന് നേരെ എടുത്ത് ആ ഒരു ഹെഡ് ലാമ്പ് എടുത്ത് നേക്കഡ് ബൈക്കിൽ വെച്ച് എങ്ങനെയിരിക്കും അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ബാക്കിയുള്ള ഭാഗം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പോർട്ടിയാണ്. ടാങ്ക് നോക്കിയാണെങ്കിൽ നല്ല ഷാർപ്പും സ്പോർട്ടിയായിട്ടുള്ള ടാങ്കാണ്. പിന്നെ അവിടെ ആ ഒരു ടാങ്കിൻ്റെ അവിടെ ഒരു എക്സ്റ്റൻഷൻ പോലെ ഒരു പാനലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കാണാൻ വളരെ മനോഹരമാണ്. പിന്നെ സ്പ്ലിറ്റ് ടൈപ്പ് സീറ്റാണ് വരുന്നത്. സ്പ്ലിറ്റ് ടൈപ്പ് ഗ്രാബ് റെയിലൊക്കെ വരുന്നുണ്ട്. റിയറിൽ നോക്കുകയാണെങ്കിൽ നല്ലപോലെ തന്നെ പൊങ്ങിയാണ് റിയറൊക്കെ ഇരിക്കുന്നത്. പിന്നെ റിയറിൽ ആ ഒരു ടയർ ഹഗ്ഗറൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ള ഭാഗം നോക്കിയാലും മൊത്തത്തിൽ നല്ല സ്പോർട്ടിയായ ഒരു ഡിസൈനാണ് വണ്ടിക്ക് വന്നേക്കുന്നത്. ഹീറോ ആയതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സിലൊന്നും ഒരു കുറവ് അവർ വരുത്തിയിട്ടില്ല. ഒരുപാട് ഫീച്ചേഴ്സ് അവർ ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഫുൾ LED ലൈറ്റുകളാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക്കും റിയറിൽ മോണോഷോക്കുമാണ് വരുന്നത്. പിന്നെ ഇതിൽ സിംഗിൾ ചാനൽ ABS കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ സെഗ്മെൻറ്റ് തന്നെ ആദ്യമായിരിക്കും ഒരു വണ്ടിയിൽ സിംഗിൾ ചാനൽ ABS വരുന്നത്. അതേപോലെ തന്നെ 240mm ഡിസ്ക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. 130mm ഡ്രം ബ്രേക്കാണ് റിയറിൽ വരുന്നത്. പിന്നെ ഒരു ഡിജിറ്റൽ LCD ഡിസ്പ്ലേ വരുന്നുണ്ട്. അതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ടേൺ ബൈ ടേൺ നാവിഗേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് സ്റ്റാൻഡിന് വേണ്ടി ആ ഒരു സെൻസറും അവർ കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഗ്ലാമറിൽ കണ്ട സെയിം എഞ്ചിൻ തന്നെയാണ് ഇതിൽ വരുന്നത്. ആ ഒരു 125cc എഞ്ചിൻ 10.5 PS ആണ് ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത്. ടോർക്ക് നോക്കുകയാണെങ്കിൽ 10.4 Nm ആണ്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിന് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ വന്നേക്കുന്ന ആ ഒരു ഫ്രെയിം നോക്കുകയാണെങ്കിൽ നമ്മുടെ എക്സ്ട്രീം 160Rൻ്റെ ആ ഒരു ഫ്രെയിമിലാണ് ഈ വണ്ടി നിർമ്മിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പോർട്ടി ആയ ഒരു ഡിസൈനൊക്കെ ഇതിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് നോക്കുകയാണെങ്കിൽ 95,000 രൂപയാണ് ഇതിൻ്റെ ആ ഒരു ഷോറൂം പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.